ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിതാ കറി വെക്കാൻ നോക്കുമ്പോൾ ഒന്നും വിചാരിച്ചാലോ കാണുന്നില്ല. വെള്ളരിയിലുണ്ട്, വെള്ളരിയിൽ വെച്ച് മടുത്തിന്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് 3-4 വെണ്ടക്ക ഉണ്ട്, ഒരു തക്കാളി ഉണ്ട്, ഇതുകൊണ്ട് ഒരു മോര് ഒഴിച്ചിട്ടൊരു കറി വെക്കാമല്ലോ എന്ന്. അപ്പോൾ വെക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം, എല്ലാവരും വാ. ഇത് ഞാൻ കുക്കറിൻ്റെ അകത്തേക്ക് തക്കാളിയും വെണ്ടക്കയും മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടാം. സിമ്പിൾ കറിയാണ്, പെട്ടെന്ന് കഴിയും, വലിയൊരു പണിയൊന്നുമില്ല. മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി ഇടുക, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് എടുക്കുക, ആവശ്യത്തിന് ഉപ്പിടുക, കറിവേപ്പില ഇടുക, പച്ചമുളക് കാന്താരി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. വെണ്ടയ്ക്കയാണ് തക്കാളിയാണ്, അധികം വിസിലൊന്നും വരണ്ട, 1-2 വിസിൽ മാത്രം വരിക. എന്നിട്ട് നമുക്കിത് അടുപ്പത്ത് വെക്കാം വെള്ളം ഒഴിച്ചിട്ട്. ഇനി അരക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകുമ്പോൾ ഇങ്ങനെയായിപ്പോൾ. ഇനിയിപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിടും. ഇതിൻ്റെ മേലത്തെ തോല് ഇതങ്ങ് ചെത്തിക്കളിയും, എന്നാൽ കറുപ്പ് കളർ വരില്ലല്ലോ. ഇനി ഇത് ഞാനൊന്ന് നല്ലോണം മോര് ഒഴിച്ചിട്ട് അരച്ചെടുക്കട്ടെ. ആവശ്യത്തിനുള്ള പുളിപ്പുള്ള മോര് മാത്രമേ എടുക്കാവൂ, തക്കാളിക്ക് പുളിയുള്ളതാണ്. തക്കാളിയും വെണ്ടയ്ക്ക് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അധികം വെന്തം ഉടയണ്ട. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വേണ്ട തേങ്ങയും മോരും കൂട്ടി നല്ലോണം അരച്ചെടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന കറിയാണെന്നറിയോ. എല്ലാ ദിവസവും വെച്ച് കഴിഞ്ഞാൽ ഇത് കൂട്ടാനാവില്ല. എന്നാലും നമുക്ക് മറ്റുള്ള സാധനങ്ങളൊന്നും കറി വെക്കാനില്ല, ഈ വെണ്ടയ്ക്കയും തക്കാളിയും മാത്രം ഉള്ളെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു കറി വെക്കാം. എന്നിട്ട് ഒരു ഇത്തിരി നോക്കിയിട്ട് നമുക്ക് പുളിപ്പ് ഉപ്പെല്ലാം നോക്കാം. ഉപ്പും ഉണ്ട്, പുളിപ്പും ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി കറിയായിരിക്കും കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഒന്ന് വെച്ചോ. അധികം വെള്ളമാക്കണ്ട, ഈ ഒരു ഇതിൽ മതി കേട്ടോ, കട്ടിക്ക് ഇത്ര മതി. ഇനിയിപ്പോൾ നല്ലൊരു കടുകും ഉലുവയൊന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ അടിപൊളി ഒരു കറി റെഡി. തക്കാളിയും വെണ്ടയ്ക്ക ഇങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.